നമസ്കാരം. CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ BJPയിലേക്ക്. പാർട്ടി മാറ്റം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചന. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനിടെ നിർണായകമായ വിവരങ്ങൾ പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ. CPM വിട്ട് EP ജയരാജൻ BJPയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഗൾഫിൽ നടന്ന രഹസ്യ ചർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചത് ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരുമാണെന്ന് K സുധാകരൻ ആരോപിച്ചു. ഗവർണർ പദവിയാണ് BJPയിലേക്ക് എത്തുന്ന EP ജയരാജന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്നും എന്നാൽ CPMൽ നിന്നുള്ള ഭീഷണി ഉയർന്നതിനെ തുടർന്നാണ് ജയരാജൻ ഇതിൽ നിന്ന് പിന്മാറിയതെന്നുമാണ് K സുധാകരൻ ആരോപിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അധികം വൈകാതെ തന്നെ താൻ വ്യക്തമാക്കുമെന്ന് മാധ്യമങ്ങളോട് സുധാകരൻ പറഞ്ഞു. MV ഗോവിന്ദൻ സെക്രട്ടറി ആയത് മുതൽ തന്നെ EP ജയരാജൻ അസ്വസ്ഥനാണ്. പല കാരണങ്ങൾ കൊണ്ടും ആ സ്ഥാനത്ത് വരേണ്ടിയിരുന്നത് ഈ പറയുന്ന EP ജയരാജനായിരുന്നു. MV ഗോവിന്ദനെ തിരഞ്ഞെടുക്കുകയും തനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പായതോടെ കൂടെ തന്നെ EPക്ക് ഇക്കാര്യത്തിൽ വലിയ നിരാശയുണ്ടായിരുന്നു. പല സുഹൃത്തുക്കളോടും അദ്ദേഹം അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനുമായിട്ടും അത്ര നല്ല ബന്ധത്തിലല്ല EP ജയരാജൻ ഇപ്പോൾ എന്നതാണ് സൂചനകൾ. കാലാകാലങ്ങളായി സ്ഥിരമായി കള്ളവോട്ട് ചെയ്യുന്ന പാർട്ടിയാണ് CPM എന്നും ഇതേ സന്ദർഭത്തിൽ സുധാകരൻ ആരോപിച്ചു. കേരളത്തിലെ 20 സീറ്റുകളിലും UDF സ്ഥാനം നേടുമെന്നും ജനങ്ങളുടെ പ്രതികരണത്തിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസത്തെ കൊട്ടിക്കലാശമെന്നും സുധാകരൻ പറയുകയുണ്ടായി. തനിക്ക് നല്ലൊരു പട്ടിയുണ്ട് എന്നും അതുപോലും BJPയിലേക്ക് പോകില്ല എന്നും കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തിൽ സുധാകരൻ തുറന്നടിച്ചിരുന്നു. കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ നടന്ന റോഡ് ഷോക്കിടെയായിരുന്നു സുധാകരന്റെ ഈ പ്രസ്താവന. ആരെങ്കിലും BJPയിലേക്ക് പോയതിന് ഞാൻ എന്ത് പിഴച്ചു എന്നും ഞാൻ BJPയിൽ പോകുമെന്ന് പറയുന്നതിന് അടിസ്ഥാനമില്ല എന്നും എനിക്ക് പോകണമെങ്കിൽ എന്നേ പോകാമായിരുന്നു എന്നും എനിക്ക് നല്ലൊരു പട്ടിയുണ്ട്, അതിന്റെ പേര് ബ്രൂണോ ആണ് എന്നും അതുപോലും BJPയിലേക്ക് പോകാൻ തയ്യാറാകില്ല എന്നും 9 വയസ്സ് മുതൽ താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്ത് തീരുമാനിക്കണം, എന്ത് എതിർക്കണം, എന്ത് അനുകൂലിക്കണം എന്നതിനെല്ലാം കൃത്യമായി എനിക്കറിയാം. ഞാൻ തൊട്ടവനും അറിയുന്നവനും എവിടെയെങ്കിലും പോയാൽ ഞാനാണോ അതിന്റെ ഉത്തരവാദി എന്നും അദ്ദേഹം ചോദിച്ചു. അവർ പോയത് കൊണ്ട് ഞാൻ BJPയിലേക്ക് പോകും എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നും 6 മാസം എന്റെ കൂടെ നിന്ന സെക്രട്ടറിയാണ് BJPയിലേക്ക് പോയതെന്നും അയാളെ ഞാൻ പുറത്താക്കിയ വ്യക്തിയാണ് എന്നും അയാൾ BJPയിലേക്ക് പോയതിന് ഞാൻ എന്താണ് തെറ്റ് ചെയ്തതെന്നും K സുധാകരൻ ചോദിച്ചു. അതേസമയം ഉന്നത നേതാക്കളെല്ലാം പാർട്ടി വിട്ട് BJPയിലേക്ക് ചേക്കേറുന്നത് സ്വന്തം പാർട്ടിയെ മടുത്തിട്ടാണ് എന്നുള്ള ഒരു പൊതുജന അഭിപ്രായം ഇപ്പോൾ ഉയരുന്നുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ദേവികുളത്തെ മുൻ CPM MLA ആയ S രാജേന്ദ്രൻ BJP ദേശീയ നേതാവും കേരള പ്രഭാരിയുമായിട്ടുള്ള പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് പാർട്ടിക്ക് വലിയ തലവേദനയായിരുന്നു. പാർട്ടിക്ക് വലിയ ഭീഷണി ഉണ്ടായിരുന്ന സാഹചര്യമായിരുന്നു. BJPയിലേക്ക് ചേക്കേറാൻ സഖാക്കന്മാർ പോകുന്നു എന്നതായിരുന്നു ഇതിന് പിന്നാലെ പല വാർത്തകളും പുറത്തു വന്നത്. അത് മാത്രമല്ല BJPയിലേക്ക് പോകാൻ പാതി തയ്യാറായ S രാജേന്ദ്രനെ പിന്നീട് വളരെയധികം പാടുപെട്ടാണ് CPM സ്വന്തം പാർട്ടിയിൽ പിടിച്ചു നിർത്തിയത്. ഇപ്പോൾ ഇതേ രീതിയിൽ ആ സ്ഥാനത്തേക്ക് EP ജയരാജനും പോകുമോ എന്നൊരു സാഹചര്യം, എന്നൊരു സംശയം പാർട്ടിക്കിടയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. EPയെ സംബന്ധിച്ച് ഒരു ഗവർണർ സ്ഥാനം എന്നത് ലഭിച്ചാൽ അതൊരു ബോണസ് ആകും എന്നതിനാൽ തന്നെ ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒരു ഇഞ്ച് അനങ്ങാൻ താൻ തയ്യാറാകില്ല എന്ന് പറയുന്ന EP ജയരാജൻ ഒന്ന് ആവർത്തിച്ച് ആലോചിച്ചാൽ ഈ തീരുമാനം മാറാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ CPM EP ജയരാജൻ പോകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഭയത്തിൽ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.